അമ്പിൻ്റെ മൂർച്ചയേക്കാൾ എയ്തവൻ്റെ മുഖമല്ലേ നമ്മുടെ ഹൃദയങ്ങളെ തകർക്കാറുള്ളത്. ഒരുവനെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ ഏറ്റവും നന്നായിട്ട് സ്നേഹിച്ചിട്ട് നിർദാക്ഷിണ്യം അവനെ ഉപേക്ഷിച്ച് പോകണം. അതിനാണ് വേദന കൂടുതൽ. ഒരിക്കൽ രാജാവ് സൈന്യാധിപനെയും മന്ത്രിയെയും രാജഗുരുവിനെയും പടയാളികളെയും എല്ലാം നിർത്തിയിട്ട് ചോദിച്ചു, ഇതിൽ ഏതാണ് ഏറ്റവും മൂർച്ചയേറിയ ആയുധം? സൈന്യാധിപൻ പറഞ്ഞു, ഏറ്റവും മൂർച്ചയേറിയ ആയുധം ഇരുവായ്ത്തല മൂർച്ചയുള്ള വാളാണ്. അത് കേട്ട് രാജാവ് പറഞ്ഞു, അതുകൊണ്ട് മുറിഞ്ഞാൽ 2 മാസം കൊണ്ട് മുറി ഉണങ്ങുമല്ലോ. മന്ത്രി പറഞ്ഞു, അല്ല, ഏറ്റവും മൂർച്ചയുള്ള ആയുധം വാക്കുകളാണ്. രാജാവ് ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, ശരി തന്നെ, പക്ഷെ കാലപ്പഴക്കത്തിൽ ഒരുപക്ഷെ പലതും മറന്നുപോയേക്കാം. രാജാവ് തൃപ്തനല്ല എന്ന് കണ്ട് രാജഗുരു പറഞ്ഞു, അല്ല രാജാവേ, ഏറ്റവും മൂർച്ചയേറിയ ആയുധം സ്നേഹിച്ചിട്ട് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ സ്നേഹമാണ് ഏറ്റവും മൂർച്ചയുള്ള ആയുധവും ഏറ്റവും ഹൃദയത്തിൽ തൊടുന്ന വികാരവും. രാജാവ് പറഞ്ഞു, ശരിയാണ്. മന്ത്രി തിരിച്ച് മറുപടിയായി വീണ്ടും പറയുകയാണ്, ശരിയാണ്, എനിക്ക് തെറ്റുപറ്റി. രാജഗുരു പറഞ്ഞതാണ് ശരി. ഏറ്റവും മൂർച്ചയുള്ള വാക്കുകൾ ഏറ്റവും അടുപ്പമുള്ളവരുടെ കയ്യിൽ നിന്നാണ്. കാരണം മർമ്മം അറിയുന്നവൻ കൂടെ നടക്കുന്നവനായിരിക്കും. കൂടെ നിന്ന് നമ്മളുടെ കുറവുകളും നമ്മളുടെ മികവുകളും നമ്മുടെ ബലഹീനതയും അറിയുന്നവൻ എപ്പോഴും മർമ്മം നോക്കിയാണ് വേദനിപ്പിക്കുക. നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത വേദനകൾ സമ്മാനിക്കുന്നത്. അതുകൊണ്ടാണ് അമ്പുകൊണ്ട് മുറിയുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നവർ അവരുടെ മുഖം കൊണ്ട് അവർ നമ്മളെ വേദനിപ്പിക്കുന്നതാണ് നമുക്കൊരു പക്ഷേ ഏറ്റവും വലിയ വേദന. ഒരാളെ ഉന്മൂലനം ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം സ്നേഹിച്ചിട്ട് ഉപേക്ഷിക്കുക എന്നതാണ്. അതുകൊണ്ട് സ്നേഹിച്ചവരെ ഉപേക്ഷിക്കാതിരിക്കാൻ നമ്മളാലാവുന്ന വിധം ചേർത്ത് നിർത്താൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. സ്നേഹമാണ് ഏറ്റവും മൂർച്ചയേറിയത് എന്ന് മറന്നു പോകാതിരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി.